എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ നിമിഷയാണ്. കുട്ടികൾ മോഷൻ പോകുന്നതിനെ കുറിച്ച് പാരന്റ്സിന് ഒരുപാട് ഡൗട്ട് വരാറുണ്ട്. എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾ, അതായത് ജനിച്ച ഉടനെ വെള്ളത്തിന്റെ രൂപത്തിൽ വാട്ടറി ആയിട്ട് ഒരുപാട് മോഷൻസ് പാസ് ചെയ്യാറുണ്ട്. അതായത് 8 to 10 ടൈംസ്. ചിലപ്പോൾ കുട്ടികൾ പാൽ കുടിച്ച ഉടനെ തന്നെ മോഷൻ പാസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ പാരന്റ്സ് ഒരുപാട് വെറിയായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും നിങ്ങൾ വെറിഡ് ആവേണ്ട ഒരു അവസ്ഥയല്ല. ഇത് നോർമലി ഒരു ഗ്യാസ്ട്രോ കോളിക് റിഫ്ലക്സിന്റെ ഭാഗമായിട്ടാണ് അവർ ബ്രസ്റ്റ് മിൽക്ക് ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ മോഷൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കുഞ്ഞ് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ട്, നന്നായിട്ട് ആക്റ്റീവ് ആണ്, പാല് കുടിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഡൗട്ട്, അതായത് ഇങ്ങനെ വാട്ടറി രൂപത്തിലുള്ള മോഷൻ പിന്നെ കട്ടിയായിട്ട് പിന്നെ പാരന്റ്സ് പറഞ്ഞു കേൾക്കാറുണ്ട് കുട്ടികൾ മോഷൻ പോകുന്നേ ഇല്ല, ആഴ്ചയിൽ ഒരു തവണയാണ് അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോഴാണ് കുട്ടി മോഷൻ പാസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇതും ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവും ഇല്ല. കുഞ്ഞു കുട്ടികളിൽ അവര് ബ്രസ്റ്റ് മിൽക്ക്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് 90% അബ്സോർഷൻ വരുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മോഷൻ പോകാൻ വേണ്ടി ഇത്ര ദിവസം എടുക്കുന്നത്. അതായത് ഒരുപാട് മോഷൻ എന്നും പോകാനുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, വേറെ ഡിസ്കംഫോർട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും കുട്ടിയുടെ ആനൽ റീജിയനിൽ സോപ്പ് വെക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെക്കാനോ പാടില്ല. ഇത് കുട്ടിക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്, കുട്ടിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ തീർച്ചയായിട്ടും കാണിക്കണം.